ഇനിയിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്കുമാണ് പോകുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിക്കിടക്കുകയാണ്. എന്തായാലും പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കിയതോടെ സമരം കടുപ്പിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തീരുമാനം. ടെസ്റ്റ് തടയാൻ തന്നെയാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ 9 ദിവസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിട്ട് പുതിയ സജ്ജീകരണങ്ങൾ തയ്യാറാക്കി ടെസ്റ്റുമായി മുന്നോട്ടു പോകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. KSRTCയുടെ ഭൂമിയിലും ടെസ്റ്റ് നടത്താൻ മന്ത്രി അനുമതി നൽകിയിട്ടുണ്ട്. സ്ലോട്ട് ലഭിച്ചവർ ഉറപ്പായും ടെസ്റ്റിന് ഹാജരാകണമെന്നാണ് ആവശ്യം. ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം തേടാനും RTOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ തേടേണ്ടതുണ്ട്. മുഹമ്മദ് ആഷിഖുണ്ട് തിരുവനന്തപുരം മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് നിന്ന്. ആഷിഖ്, മുട്ടത്തറയിലടക്കം കഴിഞ്ഞ ദിവസം വലിയ പരാതികൾ ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ എന്താണ് അവിടെ അവസ്ഥ? രാവിലെ ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ടോ? പോലീസ് സാന്നിധ്യമുണ്ടോ? ജിൽസി, കഴിഞ്ഞ 9 ദിവസമായി സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് പുനരാരംഭിക്കണമെന്ന് കർശന നിർദ്ദേശം ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഇന്ന് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ മുട്ടത്തറയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. അതിന് പ്രകാരം ഗതാഗത മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം അടക്കമുള്ള പ്രകാരം പോലീസിന്റെ സംരക്ഷണവും പ്രത്യേക പോലീസ് വിന്യാസമടക്കം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ പരിഷ്കാരങ്ങളോട് കൂടിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം എന്ന നിർദ്ദേശമാണ് ഗതാഗത മന്ത്രി നൽകിയിട്ടുള്ളത്. KSRTCയുടെയും ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയിലടക്കം ഈ ടെസ്റ്റ് നടത്താം. സ്വകാര്യമായ വാഹനങ്ങളുമായി എത്തുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി മടങ്ങിപ്പോകാം എന്ന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അതിനെതിരെ സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തീരുമാനം. ഇപ്പോൾ ഇവിടെയും സമരവുമായി ആളുകൾ എത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ അതിനെതിരെ പ്രതിഷേധിക്കും എന്ന രീതിയിലാണ് സമര സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയിട്ടുള്ള ആളുകളുടെ പേര് വിളിക്കുകയാണ്. ടോക്കൺ നൽകിയിരിക്കുന്ന ആളുകളുടെ പേര് വിളിക്കുകയാണ്. ടോക്കൺ നൽകിയ ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ ടോക്കൺ നൽകിയിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ തയ്യാറാണ് എങ്കിൽ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് പൂർത്തിയാക്കുവാനാണ് MVDക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ആ പ്രകാരം ഇന്ന് ഇവിടെ 1-2 പേർ ടെസ്റ്റിന് എത്തിയിട്ടുണ്ട്. എന്നാൽ അവരെ പിന്തിരിപ്പിച്ച് അയക്കാനുള്ള ശ്രമം സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ടെസ്റ്റിന് തയ്യാറായി എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഉറപ്പായും ടെസ്റ്റ് നടത്തി അവർക്ക് മടങ്ങാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഈ ടെസ്റ്റ് നടക്കുന്നതിന് നേരെ എതിർഭാഗത്ത് പ്രത്യേക പന്തൽ കെട്ടി ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരവുമുണ്ട്. ആ ടെസ്റ്റ് എത്തിയാൽ ഇവർ തടയും എന്ന രീതിയിലാണ് സമരക്കാരുടെ പ്രതികരണം. ഏതായാലും ഇത് എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ടോക്കൺ നൽകിയിട്ടുള്ള ആളുകളുടെ പേരുകൾ വിളിക്കുകയാണ് MVD ഉദ്യോഗസ്ഥൻ. ഈ പേര് വിളിക്കുമ്പോൾ സന്നിഹിതരാകുന്നവർക്ക് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യമുണ്ട്.